Dear students, welcome to our next class. Today we are dealing with the topic financial system. നമ്മുടെ സിലബസിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് അറിയണം. ദെൻ അതിനുശേഷം മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റവും ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. First of all, what is a financial system? Or the meaning of the financial system? A financial system is a complex, well-integrated set of subsystems of financial institutions, markets, instruments, and services which facilitate the transfer and allocation of funds efficiently and effectively. It provides a mechanism by which savings are transformed into investment. And the financial system of a country is an important tool for the economic development of the country as it helps in creation of wealth by linking savings with investment. ആദ്യമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലിയർ ആണ്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന സബ് സിസ്റ്റംസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഈ എല്ലാ സബ് സിസ്റ്റംസും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ സിംപ്ലി ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് തമ്മിലുള്ള ഒരു വെൽ ഇന്റഗ്രേഷൻ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നു. മെയിനായിട്ട് ഫണ്ട്സിന്റെ അലോക്കേഷൻ, ഫണ്ട്സിന്റെ ട്രാൻസ്ഫർ, അതെല്ലാമാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നത്. പ്രധാനമായിട്ടും സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുന്ന ഒരു സ്ഥലത്തെ നമുക്ക് സിംപ്ലി ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയാം. ഒരു മെക്കാനിസമാണത്. അതുകൊണ്ട് തന്നെ ഒരു വളരെ വലിയ ഒരു കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം തമ്മിലുള്ള ഒരു വെൽ ഇന്റഗ്രേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഒരു നേഷന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ സാധ്യമാകണമെങ്കിൽ ആ ഒരു നേഷന് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം വളരെ അത്യാവശ്യമാണ്.
ഒരു വെൽ ഡെവലപ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട്സിന്റെ നല്ല രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള അലോക്കേഷനും സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാനും അതുപോലെ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ ആ ഒരു നാഷനിലും സാധ്യമാകുകയുള്ളൂ. ഈ ഒരു ക്യാപിറ്റൽ ഫോർമേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഓരോ ഇക്കോണമിയും ഡെവലപ്പ് ചെയ്തു പോകുന്നത്. നമുക്കറിയാം, ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ വേണം. ക്യാപിറ്റൽ ഫോർമേഷൻ നടന്നതിന് ശേഷമാണ് അവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഫ്ലറിഷ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലേബേഴ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ സാധ്യമാകണമെങ്കിൽ അവിടെ ഒരു ഫേം അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് ഉയർന്നു വരേണ്ടതുണ്ട്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്കാണ്. ഒരു നേഷനിൽ നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നേഷനിലുള്ള ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മളുടെ കയ്യിലുള്ള ഇൻകം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളുടെ ഡിസ്പോസിബിൾ ഇൻകം ആണ് നമ്മളുടെ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ. നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും, ഒരു ഇക്കോണമിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽസും കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഫൈനലി അഗ്രിഗേറ്റ് ഡിമാൻഡിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. ഒരു സഫിഷ്യന്റ് ഡിമാൻഡ്, ഇഫക്റ്റീവ് ഡിമാൻഡ് ഇക്കോണമിയുടെ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെ എല്ലാം തമ്മിൽ, ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഐഡിയാസും തമ്മിൽ നമുക്കൊരു വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ക്യാപിറ്റൽ അക്യുമുലേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിംപ്ലി ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലാണ്. അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വേണം, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വേണം, ആൻഡ് ഫിനാൻഷ്യൽ സർവീസസും വളരെ അത്യാവശ്യമാണ്. In the words of Van Horn, financial system allocates saving efficiently in an economy to ultimate uses, either for investment in real estate or for consumption. ഈ ഒരു സ്ലൈഡിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ ദ വേർഡ്സ് ആണ്, WORDS ആണ്. പ്രൊഫസർ വാൻ ഹോണിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സേവിങ്സിന്റെ ഒരു അലോക്കേഷൻ ആണ് നടക്കുന്നത്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്, അതിനെയാണ് വാൻ ഹോൺ സിംപ്ലി ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലാണ് സേവിങ്സിന്റെ അലോക്കേഷൻ നടക്കുന്നത്. ആ സേവിങ്സ് ആണ് ഫൈനലി ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നത്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് അദ്ദേഹം സിംപ്ലി ഫിനാൻഷ്യൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. Then next we are discussing about the important components or the constituents of Indian financial system. നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ ആ മീനിങ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൽ കണ്ട 4 മേജർ കമ്പോണൻസ് ആയിരുന്നു: financial institutions, financial markets, financial instruments, financial assets or financial securities, and finally financial services. ഇത് തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട 4 മേജർ കമ്പോണൻസ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കമ്പോണൻസ് ആയിട്ട് നോട്ട് ചെയ്യാൻ പറ്റാവുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, തേർഡ് വൺ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ്, ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. സോ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 4 മേജർ കമ്പോണൻസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, financial instruments or financial assets, and finally financial services. This slide clearly depicts the 4 major components
that comprise the Indian financial system, namely financial institutions, financial markets, financial instruments, and finally financial services. അടുത്തതായിട്ട് നമ്മൾ ഈ 4 മേജർ കമ്പോണൻസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. Our first component is financial institution. Financial institution is an establishment that conducts financial transactions such as investments, loans, and deposits. Financial institutions are acting as mediator between the investors and borrowers. They provide financial services for members and clients. It is also termed as financial intermediaries because they act as middlemen between the savers and borrowers. നമ്മൾ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ആദ്യത്തെ മേജർ കമ്പോണന്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്. മേജർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, RBI, SEBI, SBI, NABARD, ഇതൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് എക്സാമ്പിൾസ് ആണ്. സിംപ്ലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അവിടെയാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ്, ലോൺസ് അതെല്ലാം നടക്കുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയ ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ്സ്, ലോൺസ് ഇതെല്ലാം നടക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ നമുക്ക് സിംപ്ലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പലപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയാറുണ്ട്. ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻവെസ്റ്റേഴ്സും ബോറോവേഴ്സും തമ്മിലുള്ള മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് എന്നുകൂടെ പറയുന്നത്. Financial institutions can be classified into two: banking institutions and non-banking financial institutions. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് what is the difference between banking institutions and non-banking financial institutions. Banks are financial intermediaries that lend money to borrowers to generate revenue and asset deposits. And banks include public bank, commercial bank, central bank, cooperative banks, state-managed cooperative banks, state-managed land development banks. ഇത്രയാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രധാനമായിട്ടും വരുന്നത്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് തന്നെയാണ്. അവിടെ ബോറോവേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സും അതുപോലെ ലെൻഡിങ് മണിയുമാണ് പ്രധാനമായിട്ടും ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പ്രധാനപ്പെട്ട ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാമാണെന്നുള്ളതാണ്. നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, സെൻട്രൽ ബാങ്ക്, പബ്ലിക് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇതൊക്കെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നുള്ളതാണ്. Non-banking financial institutions are institutions which are not banks but carry out some kind of financial intermediation. Non-bank financial institutions facilitate financial services like investment, risk pooling, and market brokering. They generally do not have full banking licenses. And the non-banking financial institutions include finance and loan companies, insurance companies, mutual funds, and so on. ഇവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട
ഡിഫറൻസ് വരുന്നത്, ഒരു ബാങ്കിങ് ലൈസൻസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടായിരിക്കില്ല. ഒരു ഫുൾ ബാങ്കിങ് ലൈസൻസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അവിടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും സം കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ. ഓക്കെ, non-banking financial institutions that provides banking services to people without holding a bank license. Demand deposits not accepted in non-banking financial institutions. Non-banking financial institutions is not allowed to accept such deposits which are repayable on demand, unlike banks which accept demand deposit. That is the main difference between banking institutions and non-banking financial institutions. The best example പറയാണെന്നുണ്ടെങ്കിൽ LIC Housing Finance Limited. Its main job is to provide housing loans for people, and apart from that, it also offers its services in the field of repair, renovation and construction. Okay, അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ്. Financial regulators refers to the government bodies which are responsible for regulating, inspecting, monitoring the functions of various financial institutions like bank, insurance companies, business entities, non-banking financial companies, etc. ഏതൊരു സിസ്റ്റത്തിനും ഒരു റെഗുലേറ്റർ വളരെ അത്യാവശ്യമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിൽ 4 കമ്പോണൻസ് മെയിൻ ആയിട്ട് വരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. Financial regulators are the apex bodies of financial institutions of respective sectors which register and functions under these financial regulatory institutions. And few examples of financial regulators in India are as RBI, Reserve Bank of India, IRDA, Insurance Regulatory and Development Authority, SEBI, Securities Exchange Board of India, PFRDA, Pension Fund Regulatory and Development Authority, FMC, Forward Market Commissions. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. നെക്സ്റ്റ് കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. The marketplace where buyers and sellers interact with each other and participate in the trading of bond, share and other assets are called financial markets. നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചിട്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നു. അവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ബോണ്ട്, ഷെയർ, ഡിബെഞ്ചർ അതുപോലെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഒക്കെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. On the basis of the duration of financial assets and the nature of product, financial markets can be classified into money market, capital market, primary market and secondary market. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതായിരുന്നു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്ന മേജർ ക്ലാസിഫിക്കേഷൻ ആണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ലൈക്ക് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ആദ്യമായിട്ട് നമുക്ക് മണി മാർക്കറ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാം. മണി മാർക്കറ്റ്, highly liquid short-term debt instruments market including call money markets, certificate of deposits, commercial papers and treasury bills. മണി മാർക്കറ്റിൽ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഡെറ്റിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. മണി മാർക്കറ്റിൽ വരുന്ന മേജർ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നതാണ് കോൾ മണി മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് അതുപോലെ ട്രഷറി ബിൽസ് ഒക്കെയാണ് പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്.
The next, capital market. The market for long-term securities and provides risky capital in the form of equity. Long-term securities in the buying and selling നടക്കുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. ഷെയർസ്, സ്റ്റോക്ക്, അതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന മേജർ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ലോങ് ടേം സെക്യൂരിറ്റീസ് ആയിട്ട് വരുന്നത്. The next classification is primary market or new issue market. Primary market deals with those securities which are issued to the public for the first time. First time issue ആണ് primary marketൽ വരുന്നത്. The next classification is secondary market. Secondary market is a market for secondary sale of securities. Already primary marketൽ issue ചെയ്ത ഐറ്റംസ് ആണ് സെക്കൻഡറി മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ സെക്കൻഡറി സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. ഈ ഒരു ക്ലാസിഫിക്കേഷനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയതായിരുന്നു. Then the third component of financial system is financial instruments or financial assets or financial securities. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നതും ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. The products which are traded in financial markets are called financial assets. Based on different requirements and credit seekers, the securities in the market also differ from each other. Simply, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെയാണ് നമ്മൾ സിംപ്ലി ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. Mainly, there are two types of financial assets, long-term and short-term. ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കിയതായിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലോങ് ടേം financial assets and second one short term financial assets. Long term financial instruments last for more than 1 year. For example, share, debenture, mutual funds, term loans and so on. നമ്മൾ ആ ഒരു ടേം പറയുന്നത് പോലെ തന്നെ more than 1 year maturity time വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഷെയർസ്, ഡിബെഞ്ചർ, മ്യൂച്വൽ ഫണ്ട്സ്, ടേം ലോൺസ് ആൻഡ് സോ ഓൺ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഷോർട്ട് ടേം. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ലാസ്റ്റ് ഫോർ 1 year or less. ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ സിംപ്ലി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കോൾ ലോൺസ്, പ്രോമിസറി നോട്ട്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ് എക്സെട്ര. ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് എക്സാമ്പിൾസ് ആണ് കോൾ ലോൺ, പ്രോമിസറി നോട്ട്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്. The next component of financial system is financial services. So, what is a financial service? Services provided by asset management and liabilities management companies is known as financial services. They help to get the required fund and also make sure that they are efficiently invested. For example, bank services, insurance services, investment services, and so on. The next is financial services എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം.
ATM, debit card, credit card, locker facilities, financial advisors, other services, and other forms of activities guaranteed by the financial system is known as financial services. It is the product of financial institutions and financial markets. മെയിനായിട്ട് ഫിനാൻഷ്യൽ സർവീസസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബാങ്കിങ് സർവീസസ് എന്നും അതുപോലെ നോൺ ബാങ്കിങ് സർവീസസ് എന്നും. ആദ്യമായിട്ട് നമുക്ക് ബാങ്കിങ് സർവീസസ് എന്താണെന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ദീസ് സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. It includes accepting deposits, lending loans, locker facilities, ATM services, etc. ഫിനാൻഷ്യൽ സർവീസസിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സർവീസസിനെ മെയിനായിട്ട് നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ബാങ്കിങ് സർവീസസ് എന്നും അതുപോലെ നോൺ ബാങ്കിങ് സർവീസസ് എന്നും. ബാങ്കിങ് സർവീസസിൽ വരുന്ന മെയിനായിട്ടുള്ള സർവീസസ് ആണ് deposit, accepting deposit, lending loans, locker facilities, ATM services, debit card, credit card, അതൊക്കെ ബാങ്കിങ് സർവീസസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് നോൺ ബാങ്കിങ് സർവീസസ്. These services are provided by non-banking companies such as LIC and GIC. They accept savings in different modes and mobilize to various channels of investment. The next വരുന്നതാണ് നോൺ ബാങ്കിങ് സർവീസസ്. നോൺ ബാങ്കിങ് കമ്പനീസ് ആയിട്ടുള്ള LIC, GIC ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് നമ്മൾ സിംപ്ലി നോൺ ബാങ്കിങ് സർവീസസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് not allowed to accept such deposits which are repayable on demand, whereas non-banking financial companies, they provide banking services to people without holding a banking license. Then this slide clearly depicts the major components of Indian financial system. ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഏതൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെയും ആദ്യത്തെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ആയിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സബ് ഡിവിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഷോർട്ട് ടേം, ലോങ് ടേം ഇൻസ്ട്രുമെന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് ആയിട്ടുള്ള ഡിഫറെന്റ് സർവീസസും ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നു. Then our today's question. Our question is, explain the significance of the financial system in an economy. അപ്പൊ നമ്മൾ കണ്ടു എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന മേജർ കമ്പോണൻസ് എന്താണെന്നുള്ളതുമെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി കണ്ടതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ടത്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ബ്രോഡ് കോൺസെപ്റ്റ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുള്ളത്. ഫിനാൻഷ്യൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ, സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ടും ഇൻവെസ്റ്റ്മെന്റിനെ ക്യാപിറ്റൽ ഫോർമേഷനിലേക്കും ലീഡ് ചെയ്യിക്കുന്ന മെയിൻ ഘടകമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ആ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, RBI, SEBI, NABARD,
അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾസ്. അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഡിവിഷനാണ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ നോക്കിയതായിരുന്നു. ബോണ്ട്, ഡിബഞ്ചേഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഷെയർസ്, സെക്യൂരിറ്റീസ്, അതൊക്കെയാണ് ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഫൈനലി ഫിനാൻഷ്യൽ സർവീസസ്, ഫോർ എക്സാമ്പിൾ debit card, credit card, ATM facilities, locker facilities, and so on. Hope you would have understood all about the financial system. Thank you for watching. Thank you.